മിർസാപൂർ എന്ന ഒരു ഗ്രാമമുണ്ട്. അവിടെ ഹരിനാരായണൻ തന്റെ അച്ഛൻ പിന്നെ അമ്മയോടൊപ്പം ജീവിച്ചു വന്നു. ഹരിനാരായണൻ ഒരു പോസ്റ്റ്മാനാണ്. അദ്ദേഹത്തിന് പുരാതന വസ്തുക്കൾ ശേഖരിക്കുന്നതും പിന്നെ അത് സൂക്ഷിച്ചു വെക്കുന്നതും വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. നമസ്കാരം രാംദാസ്. ഇന്ന് നിന്റെ കടയില് എനിക്ക് ഉപയോഗിക്കുന്ന മാതിരി എന്താ സാധനം ഉള്ളതെന്ന് അറിയാൻ പറ്റുമോ? ചേട്ടാ, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. ഇന്ന് സിറ്റിയിൽ എനിക്ക് പഴയ TV ആണ് കിട്ടിയിരുന്നത്. അത് മാത്രമാണ് എടുത്തിട്ട് വന്നത്. രാംദാസ് ഹരിനാരായണന് ആ കടയിലെ ഒരു TV കാണിച്ചു. ആ TV പഴയ TV ആണ്. ഈ TV എങ്ങനെയായാലും എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ ഇത് എങ്ങനെയെങ്കിലും ഞാൻ റെഡിയാക്കിയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചോളാം. എൻ്റെ അച്ഛനും അമ്മയും എപ്പോഴും വീട്ടിലല്ലേ ഉള്ളത്. എപ്പോഴെങ്കിലും എന്തെങ്കിലും പ്രോഗ്രാം കണ്ടാൽ അവർക്ക് വീട്ടിൽ കാണാൻ പറ്റുമല്ലോ. അതെ, അതാണ് ഞാനും നിങ്ങളടുത്ത് പറയാൻ വന്നത്. നിങ്ങളിത് എടുത്തിട്ട് പോയേക്ക്. ഞാനിത് എടുത്തിട്ട് പോവാം. ബുക്കിൽ നീ കണക്കെഴുതി വെച്ചേക്ക്. ഹരിനാരായണൻ ആ പഴയ TV വാങ്ങിക്കൊണ്ട് തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. രാത്രി മുഴുവൻ ഉറങ്ങാതെ ഇരുന്ന് ആ TV ശരിയാക്കി. ആ TV കറണ്ടിൽ കണക്ട് ചെയ്ത ഉടനെ ആ TVയിൽ ഒരു പ്രോഗ്രാം വന്നു. ഞങ്ങളുടെ കൂടെ വന്ന് കാണൂ, ഭയങ്കരമായുള്ള അമ്മായിന്റെ വീട്. ഹരിനാരായണന്റെ അച്ഛനും അമ്മയും രണ്ടുപേരും അവിടേക്ക് വന്നു. നീ ഈ TV എടുത്തിട്ട് വന്നത് വളരെ നല്ല കാര്യമായി മോനെ. നോക്ക്, ഒന്ന് മിണ്ടാതിരിക്കെ. ആദ്യം ഞങ്ങൾ സിനിമ കാണട്ടെ. അവസാനായിട്ട് ഒരു പടം കണ്ടിട്ട് എത്ര ദിവസമായി, ഇനിയെങ്കിലും കാണട്ടെന്നേ. കുടുംബത്തോടെ ഇരുന്ന് അവര് സിനിമ കാണുകയായിരുന്നു. എന്റെ പേര് നഗ്മ. എന്നോട് പ്രതികാരം ചെയ്യണമെന്ന് നിങ്ങൾ കരുതണ്ട. പറയൂ, ഈ വെണ്ടയ്ക്ക് എത്ര രൂപയാ? അപ്പോഴാണ് അവിടേക്ക് ബൈക്കിൽ ഒരാൾ വന്നത്. എന്നിട്ട് നഗ്മയുടെ കഴുത്തിൽ നിന്നും സ്വർണമാല മോഷ്ടിച്ചു കൊണ്ടുപോയി. അയ്യോ അയ്യോ, എന്റെ ചെയിന് താ, എന്റെ ചെയിൻ എടുത്തിട്ട് പോകല്ലേ. ഇത് യഥാർത്ഥത്തിൽ നല്ല സീരിയലാണല്ലേ, കാണാൻ വളരെ നന്നായിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും നോക്കിക്കൊണ്ടിരിക്കൂ, ഞാൻ പെട്ടെന്ന് ചെന്ന് മാർക്കറ്റിൽ നിന്ന് പച്ചക്കറി വാങ്ങിയിട്ട് വരാം. വിമലാദേവി മാർക്കറ്റിലേക്ക് പച്ചക്കറി വാങ്ങിക്കാനായി ചെന്നു. അവിടെ ഒരു ബൈക്കുകാരൻ വളരെ വേഗതയിൽ വന്നു. എന്നിട്ട് വിമലാദേവിയുടെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണമാല പറിച്ചുകൊണ്ടുപോയി. അയ്യോ, ആ കള്ളനെ പിടിക്കൂ, അവൻ എന്റെ കഴുത്തിലുള്ള ചെയിന് മോഷ്ടിച്ചോണ്ട് പോകുന്നു. അയ്യോ, കള്ളനെ പിടിക്കൂ. എല്ലാരും ശ്രദ്ധിക്കുന്നതിന് മുൻപേ ആ ബൈക്കുകാരൻ പെട്ടെന്ന് അവിടെ നിന്നും പോയി. ഇക്കാര്യം അറിഞ്ഞതും ഹരിനാരായണൻ പറഞ്ഞു, ഒന്നും വിഷമിക്കണ്ട അമ്മേ. ഇപ്പൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? നിങ്ങൾ ഒന്നും വിഷമിക്കണ്ട. ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഞാൻ ഇതിനെക്കാട്ട് വലിയ സ്വർണം ഞാൻ വാങ്ങിട്ട് വന്നേക്കാം. ഇങ്ങനെ പറഞ്ഞിട്ട് ഹരിനാരായണൻ ലെറ്റർ കൊടുക്കാനായി എല്ലാ വീടുകളിലേക്കും ചെന്നു. ഹരിനാരായണൻ എല്ലാ വീടിലും പോസ്റ്റ് നൽകിയിട്ട് തന്റെ വീട്ടിലേക്ക് വന്നു. പിന്നെ വീട്ടിലേക്ക് എത്തിയതും അദ്ദേഹം ശ്രദ്ധിച്ചു, തന്റെ വീട്ടിലെല്ലാവരും സന്തോഷത്തോടെ TV കാണുകയായിരുന്നു. വരൂ, ഞങ്ങളുടെ കൂടെ വന്ന് കാണൂ ഈ മോശമായ കുടുംബം. ഹരിനാരായണന്റെ അച്ഛൻ TVയിൽ നോക്കിയപ്പോൾ ഒരു കുള്ള മനുഷ്യൻ ഒരു വയസ്സായ ആളുടെ പോക്കറ്റിൽ നിന്നും കാശ് മോഷ്ടിച്ചു. അതുപോലെ ഹരിനാരായണന്റെ അച്ഛനും സംഭവിച്ചു. എന്തുപറ്റി? എന്റെ പേഴ്സ് എവിടെ? അയ്യോ, എന്റെ പണവും കാണുന്നില്ലല്ലോ. അതല്ലല്ലോ എന്റെ 6 മാസം ശമ്പളം ഉണ്ടായത്. എന്റെ ദൈവമേ, എനിക്ക് എന്താണ് സംഭവിക്കുന്നത്? രാവിലെയാണ് വിമലയുടെ സ്വർണം കാണാതെ പോയത്. ഇപ്പോഴാണെങ്കിൽ എന്റെ പേഴ്സും കാണാതെ പോയി. ഹരിനാരായണന്റെ അച്ഛൻ ഇക്കാര്യം അറിഞ്ഞിട്ട് തന്റെ മകനോട് പറഞ്ഞു, നമ്മുടെ കുടുംബത്തിന് അങ്ങനെ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ TV-യിൽ കാണുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അതുപോലെ സംഭവിക്കുന്നുണ്ടല്ലോ. രാവിലെ നമ്മൾ TV-യിൽ കണ്ടത് മാർക്കറ്റിൽ വന്നിട്ട് സ്വർണം കാണാതെ പോലെയാണ്. അതേപോലെയാണ് നടക്കുന്നത്. അതേപോലെ ഒരു മാർക്കറ്റിൽ പോകുമ്പോൾ ഒരു കള്ളം വന്നിട്ട് കാട്ടോണ്ട് പോയത് കണ്ടതാണ്. അത് തന്നെയാണ് എനിക്കും സംഭവിച്ചത്. അതെ, ഈ TV നമുക്കൊരു പാരയായി മാറി. ഇതിനു മുൻപ് നമ്മൾക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ല. ഇപ്പോൾ അങ്ങനെ സംഭവിക്കുന്നു. ശരി, നിങ്ങൾ മനസ്സായിട്ട് നന്നായിട്ട് ഉറങ്ങൂ. നമുക്ക് രാവിലെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തേക്കാം. എല്ലാം ശരിയായിക്കോളും. രാവിലെ എണീറ്റതും കുടുംബത്തോടെ അവർ വീണ്ടും TV കാണാൻ തുടങ്ങി. വരൂ, ഞങ്ങളുടെ കൂടെ വന്ന് കാണൂ മോശമുള്ള കുടുംബം. എന്താണ് വേണ്ടത് നിങ്ങൾക്ക്? ഞാൻ ഒരു കാര്യവും മോഷ്ടിച്ചിട്ടില്ല. ഞാൻ വെറും ഒരു സാധാരണ പോസ്റ്റ്മാൻ ആണ്. നിങ്ങൾ ആർക്കൊക്കെ മണി ഓർഡർ അയച്ചിട്ടുണ്ടോ അത് അവരവർക്ക് എന്നെ പോയി അങ്ങ് ചേർന്നേക്കും. നിങ്ങളൊന്നും വിഷമിക്കണ്ട. അവസാനമായിട്ട് ഒരാഴ്ചയായിട്ട് നീ തന്നെയാ പറയുന്നത്. ഇന്നും എന്താ ഞങ്ങളുടെ മണി ഓർഡർ പോയി ചേരാത്തത്? ഞാൻ പറയുന്നത് വളരെ സത്യമാണ്. ഇതിൽ ഒരു തെറ്റുമില്ല. എന്നെ പോകാൻ വിടൂ. എന്നെ ദയവേത് വിട്ടേക്ക്. അപ്പോഴാണ് ഹരിനാരായണന്റെ കാതിൽ കേട്ടത്, അവന്റെ വീടിന്റെ വാതിൽക്കൽ ഒരുപാട് ആൾക്കാർ ശബ്ദമുണ്ടാക്കുന്നത്. ഹരിനാരായണൻ തന്റെ വീടിന്റെ വാതിൽക്കൽ ചെന്നു. അവിടെ നോക്കിയപ്പോൾ ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ ചേർന്ന് പറയുന്നു ഹരിനാരായണൻ ഒരു കള്ളനാണെന്ന്. നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അങ്ങനെ ഞാൻ എന്താ മോഷ്ടിച്ച്? ഞാൻ എന്റെ ജോലിയെ മനഃപൂർവ്വമായിട്ടല്ലേ ഞാൻ ചെയ്തത്.
കള്ളത്രൊന്നും പറയാൻ പാടില്ല. നിങ്ങളൊരു മോശമായ തപാൽക്കാരനാണ്. എന്റെ മുത്തശ്ശൻ അനാഥ പിള്ളേർക്ക് വേണ്ടി 2 ആഴ്ച മുമ്പ് മണി ഓർഡർ അയച്ചിരുന്നു. പക്ഷെ ഇതുവരെ എനിക്ക് ഒന്നും ചേർന്നിട്ടില്ല. അങ്ങനെയൊന്നുമില്ല. ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് നിങ്ങളുടെ അടുത്തിലെ മണി ഓർഡർ തന്നത് ഇല്ല. ഇവൻ പറഞ്ഞു കള്ളത്രമാണ്. ഞാൻ പറയുന്നത് പൂരം നിങ്ങൾ വിശ്വസിക്കൂ. ഹരിനാരായണൻ കള്ളം പറയുകയാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ആ മണി ഓർഡർ ഞാൻ ചേർത്തിട്ടുണ്ടല്ലോ. പക്ഷെ എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഈ പണം കാര്യമായതുകൊണ്ട് എന്റെ കയ്യിലുള്ള 5000 റുപ്യ കാശ് പോലും നിങ്ങൾക്ക് തരാൻ തയ്യാറാണ്. പക്ഷെ എനിക്ക് കുറച്ച് സമയം വേണം. ശരി, പക്ഷെ ഞാൻ നിനക്ക് വെറും 2 ആഴ്ച സമയം തരുള്ളൂ. ഇങ്ങനെ പറഞ്ഞിട്ട് അയാള് ആ കൂട്ടത്തെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്നും പോയി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അച്ഛാ. അങ്ങനെ നമ്മുടെ കുടുംബത്തിന് എന്താണ് സംഭവിക്കുന്നത്? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ മോനെ, ഈ ടി.വി. നമ്മുടെ വീട്ടിലേക്ക് വന്നത് മുതൽ നമ്മുടെ കുടുംബത്തിൽ ആവശ്യമില്ലാത്ത എന്തെങ്കിലും നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ നോക്കും മോനെ, നമ്മുടെ കുടുംബത്തിന് എന്താണ് സംഭവിക്കുന്നുണ്ടോ അതൊന്നും ഒരു സാധാരണ സംഭവമല്ല. ആ ടി.വി. നമ്മളെടുത്ത് തീർച്ചയായിട്ടും എന്തോ ഒരു കാര്യം പറയാൻ വരുന്നുണ്ട്. നിങ്ങൾ എന്താ പറയാന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല അച്ഛാ. ഈ ടി.വി. നീ എവിടെ വന്ന് വാങ്ങിച്ചോ നീ അവിടെ തന്നെ എടുത്തിട്ട് പോയേക്ക്. പിന്നെ ഈ ടി.വി. ആർക്ക് സ്വന്തമാണെന്ന് അത് അറിയാൻ നീ ശ്രമിച്ചു നോക്ക്. തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലും ഒരു തെളിവ് എന്തായാലും കിട്ടും മോനെ. ആവശ്യമില്ലാതെ നമുക്ക് എന്തിനാ ഈ പ്രശ്നങ്ങളൊക്കെ? ഈ ടി.വി. എവിടെ നിന്നാണോ കൊണ്ടുവന്നത് അവിടെ തന്നെ നീ കൊണ്ട് കളഞ്ഞേക്ക്. ഇല്ല വിമല, നീ തീർച്ചയായിട്ടും ഈ കാര്യം മനസ്സിലാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. ഈ ടി.വി. നമുക്ക് നമ്മുടെ എതിർകാലമാണ് കാണിക്കുന്നത്. ഇത് ഞാൻ ആലോചിച്ചതേ ഇല്ല. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഹരിനാരായണൻ തീർച്ചയായും ഈ ടി.വിയെ കുറിച്ച് മനസ്സിലാക്കിയേ തീരൂ. ഹരിനാരായണൻ ആ ടി.വി. എടുത്തുകൊണ്ട് നേരെ രാംദാസിന്റെ കടയിലേക്ക് ചെന്നു. എന്താണ് കാര്യം ഹരിറാം? ടി.വി. നിങ്ങൾ തിരിച്ചു കൊണ്ടുവന്നല്ലോ. എന്തായി, ശരിയായിട്ട് ഓടുന്നില്ലേ? ടി.വി. ഒക്കെ നന്നായിട്ട് ഓടുന്നുണ്ട്. പക്ഷെ ഇതെപ്പോ ഓടാൻ തുടങ്ങിയോ? ഞങ്ങൾക്കും കുറെ പ്രശ്നങ്ങൾ ഓടാൻ തുടങ്ങി. നിങ്ങൾ എന്താണ് പറയാൻ വരുന്നത്? ഹരിനാരായണൻ രാംദാസിനോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. വിചിത്രമായിട്ടുണ്ടല്ലോ. നിങ്ങൾ പറയുന്ന ഈ കാര്യമൊക്കെ എനിക്ക് വിശ്വസിക്കണം പറ്റുമെന്ന് അറിയുന്നേ ഇല്ല. ഞാൻ പറയുന്നത് വിശ്വസിക്കുക രാംദാസ് ചേട്ടാ. ഞാൻ പറയുന്നത് പൂർണ്ണമായിട്ട് എല്ലാം സത്യമാണ്. എനിക്ക് നിങ്ങൾ ഒറ്റ കാര്യം മാത്രം പറയണം. ഈ ടി.വി. നിങ്ങൾ എവിടുന്നാണ് വാങ്ങിട്ട് വന്നത്? എന്റെ ഈ കടയ്ക്ക് കുറെ പേര് അവരുടെ പഴയ സാധനങ്ങൾ കൊണ്ടുവരും. പിന്നെ അതിനുശേഷം അത് ആരുടെ സാധനങ്ങളാണെന്ന് ഞാൻ എഴുതി വെക്കും. പക്ഷെ ചിലത് ഞാൻ എഴുതി വെക്കില്ലല്ലോ. ഈ ടി.വി. നമ്മുടെ ഗ്രാമത്തിലെ ചില മൈലുകൾ ദൂരത്തിൽ ഗുജിയാപൂരിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. ചേട്ടാ, കുറച്ച് ദിവസം മുമ്പ് ഈ ഗുജിയാപൂർ ഗ്രാമം സീതാപൂർ ഗ്രാമത്തിൽ കൂടെയായിരുന്നു ഉണ്ടായത്. പക്ഷെ എന്തോ ചില പ്രശ്നങ്ങളായതുകൊണ്ട് ആ ഗുജിയാപൂർ ഗ്രാമം തനിയായിട്ട് പിരിഞ്ഞു പോയതാണ് ഞാൻ കേട്ടത്. എന്റെ ഓർമ്മയിൽ ആ ടി.വി. ഞാൻ ആ ഗ്രാമത്തിൽ വാങ്ങിയതാണ് എനിക്ക് ഓർമ്മയുള്ളത്. പക്ഷേ ആരടുത്താണ് വാങ്ങിയതെന്ന് എനിക്ക് അത് ഓർമ്മയില്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഗുജിയാപൂർ ഗ്രാമത്തിൽ കണ്ടാൽ നിങ്ങൾക്കറിയാം. ഹരിനാരായണൻ ഗുജിയാപൂർ ഗ്രാമത്തിലേക്ക് ചെന്നു. ഹരിനാരായണൻ ഗുജിയാപൂരിലെ ജനങ്ങളോട് ആ ടി.വിയെ കുറിച്ച് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു വയസ്സായ മുത്തശ്ശി ആ ടി.വി. നോക്കിയിട്ട് പറഞ്ഞു, ഈ ടി.വി. ജമുന പ്രസാദ് ചേട്ടന്റേതാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകുന്ന വഴി എനിക്ക് പറയാൻ പറ്റുമോ? ഈ ഗ്രാമത്തിൽ കുളത്തിനരികിലായി ഒരു വീടുണ്ടല്ലോ, അവര് അവിടെയാണ് താമസിക്കുന്നത്. ഹരിനാരായണൻ ആ ടി.വി. എടുത്തുകൊണ്ട് നേരെ ജമുന പ്രസാദ് സാറിന്റെ വീട്ടിലേക്ക് പോയി. ജമുന പ്രസാദ് ആ ടി.വി. കണ്ടിട്ട് അതിശയിച്ചു പോയി. ഈ ടി.വി. എന്റെ മകൻ അമേരിക്ക പോകുന്ന മുമ്പ് വാങ്ങിട്ട് വന്നതാണ്. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്റെ വീട്ടിലൊരു മോഷണം നടന്നിരുന്നു. ഞാൻ ഈ ടി.വി. എവിടെയൊക്കെ ഞാൻ തപ്പി നിങ്ങൾക്ക് അറിയോ? ഈ ടി.വി. ഞാനൊരു പഴയ ടി.വി. വെക്കുന്ന കടയിലാണ് വാങ്ങിച്ചിട്ട് വന്നത്. എപ്പോഴും ഞാൻ ഈ ടി.വി. വാങ്ങിച്ചോ അതിനുശേഷം എന്റെ വീട്ടിലും കുടുംബത്തിലും എല്ലാം തെറ്റാണ് നടക്കുന്നത്. ഹരിനാരായണൻ നടന്ന കാര്യങ്ങളൊക്കെ ജമുന പ്രസാദിനോട് പറഞ്ഞു.
എന്നാ ശരി, ഈ ടിവിയിൽ എത്ര സത്യമാണെന്ന് ഞാൻ തന്നെ ഇരുന്ന് നോക്കാം. TV ഓൺ ചെയ്യൂ. ഹരിനാരായണൻ ആ TV ഇട്ടോ. എന്നോട് ക്ഷമിക്കൂ ചേട്ടാ, തെറ്റ് വന്നിട്ട് എന്റെ മുത്തശ്ശൻ തന്നെയാണ്. പുള്ളി തെറ്റായിട്ട് ലെറ്ററിൽ അഡ്രസ്സ് തെറ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ ആവശ്യമില്ലാതെ നിങ്ങളെ കള്ളെന്ന് പറഞ്ഞു, ക്ഷമിക്കണം. ഞാൻ ഇവിടെയുള്ള ഗ്രാമത്തെ മക്കൾ മുമ്പ് തന്നെ നിങ്ങളോട് ക്ഷമ ചോദിക്കാം. പെട്ടെന്ന് ആ TV ഓഫായി. പിന്നെ ഹരിനാരായണന്റെ കാതുകളിൽ ഗ്രാമത്തിലെ ജനങ്ങളുടെ ശബ്ദം കേട്ടു. ഗ്രാമത്തിലെ ജനങ്ങൾ ജമുന പ്രസാദിന്റെ വീട്ടിലേക്ക് വന്നു. എന്നോട് ക്ഷമിക്കണം ഹരിനാരായണൻ, തെറ്റ് എന്റേതാണ്. എന്റെ മുത്തശ്ശൻ അറിയാണ്ട് തെറ്റായിട്ട് വേറൊരു അഡ്രസ്സിലാണ് എഴുതി പോയത്. എന്റെ മണി ഓർഡർ എനിക്ക് ഇപ്പോഴാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ജനങ്ങളെല്ലാരെയും പെട്ടെന്ന് നിങ്ങളടുത്ത് കൊണ്ടുവന്നത്. ഞാൻ ഇവരുടെ എല്ലാവരും മുമ്പൊന്ന് നിങ്ങളോട് ക്ഷമ ചോദിക്കാം. ഞാൻ നിങ്ങളെ തന്നെ വിശ്വസിക്കേണ്ടി പോയി. എന്നോട് ക്ഷമിക്കണം. എന്നെ കൊണ്ട് ഇപ്പോഴും ഈ കാര്യം വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇപ്പോൾ ഞാൻ കണ്ണുകൊണ്ട് കണ്ട എല്ലാ കാര്യവും സത്യമാണോ? പക്ഷെ എന്ത് ചെയ്യാനാ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യമെല്ലാം സത്യമാണല്ലോ. പക്ഷെ എന്തിനാ ഈ TV ഓഫായത്? അദ്ദേഹം TV സ്വിച്ച് ഓൺ ചെയ്ത ഉടനെ ആ TV സ്ക്രീനിനകത്ത് അദ്ദേഹം തന്റെ മകനെ കണ്ടു. എന്നെ രക്ഷിക്കൂ അച്ഛാ, ഞാൻ എത്ര നേരമാണ് ഇവിടെ കാത്തിരിക്കുന്നത്. നിങ്ങൾ വന്നിട്ട് TV സ്വിച്ച് ഓൺ ചെയ്യണമാണ് ഞാൻ കാത്തിരുന്നത്. ചേട്ടാ, ഇങ്ങനെയൊക്കെ എങ്ങനെ സംഭവിക്കും? എന്റെ മകൻ അമേരിക്കയിലല്ലേ ഉള്ളത്. എന്നോട് ക്ഷമിക്കണം അച്ഛാ, ഞാൻ അമേരിക്കയിലൊന്നും പോയിട്ടില്ല. ഞാൻ ഈ നേരത്തിൽ ചുവപ്പ് സമുദ്രത്തിൽ കുടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്ക്രീനിനകത്ത് കാണാൻ സെന്തൂരം പോലെയുള്ള ചുവന്ന സമുദ്രത്തിനകത്ത് ജമുന പ്രസാദിന്റെ മകൻ കുടുങ്ങിയിരിക്കുകയായിരുന്നു. പക്ഷെ നീ ഈ ചുവപ്പ് സമുദ്രത്തിനടുത്ത് എങ്ങനെയാ കുടുങ്ങിയത്? പിന്നെ ഇതൊക്കെ എന്താണ്? ഇവിടെ നോക്കുച്ചാ, ഞാൻ അമേരിക്ക പോകാൻ വേണ്ടി പുറപ്പെട്ടതാണ്. പക്ഷെ പെട്ടെന്ന് എന്റെ ശ്രദ്ധ ഗ്രാമത്തിനടുത്തുള്ള ഒരു പഴയ ആലമരത്തിനുണ്ടായിരുന്നു. അവിടെ ഇരുന്ന സാധുവിനെ ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹത്തിനടുത്ത് ഒരു വൈര കലശമുണ്ടായിരുന്നു. അത് കണ്ടതിന് ശേഷം എനിക്ക് അത്യാഗ്രഹം തോന്നി. ഞാൻ ആ കലശം മോഷ്ടിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചപ്പോൾ അവര് പെട്ടെന്ന് കണ്ണ് തുറന്നിട്ട് അദ്ദേഹമാണ് എനിക്ക് ശാപം തന്നത്. അതിനുശേഷം ഞാൻ ഈ ചുവപ്പ് സമുദ്രത്തിൽ കുടുങ്ങിപ്പോയി. പക്ഷെ എത്രയോ ഞാൻ ക്ഷമ ചോദിച്ചു, കരഞ്ഞിരുന്നു. അപ്പോഴെന്താ പറഞ്ഞത് വെച്ചാൽ, ഞാൻ ഈ ചുവപ്പ് സമുദ്രത്തിൽ തന്നെ തടവുണ്ടാവുന്നു. എന്റെ അവസാനത്തെ ശ്വാസം വരെ ഞാൻ ഈ സമുദ്രത്തിലാണ് ഉണ്ടാവണമെന്ന് പറഞ്ഞു. പക്ഷെ എന്നെ ഈ ചുവപ്പ് സമുദ്രത്തിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ ഒരാളെ കൊണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞത്. അവർക്ക് സത്യമുള്ള മനസ്സുണ്ടാവണമെന്ന്, മറ്റുള്ളവർ വല്ല കരുണ ഉണ്ടാവുമെന്ന് പറഞ്ഞു. എന്റെ അവസാനത്തെ വിശ്വാസം ഈ TV മാത്രം ഉണ്ടായിരുന്നു അച്ഛാ. ശരി, നീ പറയും മോനെ, എന്നെ കൊണ്ട് എങ്ങനെ സഹായിക്കാൻ പറ്റുമെന്ന് പറയൂ. ഹരിനാരായണൻ കൊണ്ട് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അദ്ദേഹം കൊണ്ട് മാത്രമാണ് മറ്റുള്ളവർ മേലെ കരുണ കാണിക്കാൻ പറ്റുള്ളൂ. ജമുന പ്രസാദിന്റെ മകൻ പറഞ്ഞത് കേട്ടതും ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ അതിശയിച്ചു പോയി. ഇപ്പോൾ അവരെല്ലാവരുടെയും ശ്രദ്ധയിലും ഹരിനാരായണന്റെ പേരിൽ മര്യാദ ഏർപ്പെട്ടു. ഞാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. എന്റെ അടുത്ത് പറയൂ, ഞാൻ എങ്ങനെയാണ് സഹായിക്കേണ്ടത്? ഈ ചുവപ്പ് സമുദ്രം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. നിങ്ങളുടെ 2 കണ്ണു മൂടിയിട്ട് ഇതിനെപ്പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പിന്നെ പെട്ടെന്ന് നിങ്ങൾ തന്നെ TVന്റെ ഉള്ളും വരും. ജമുന പ്രസാദിന്റെ മകൻ എന്തു പറഞ്ഞോ അതുപോലെ ഹരിനാരായണൻ ചെയ്തു. കുറച്ചു സമയത്തിൽ അദ്ദേഹം കണ്ണു തുറന്നതിനു ശേഷം ആ ചുവന്ന സമുദ്രത്തിനകത്ത് ജമുന പ്രസാദിന്റെ മകന്റെ അടുത്ത് അദ്ദേഹം നിൽക്കുകയായിരുന്നു. ഞാൻ ഈ സ്ഥലത്തേക്ക് വന്നു, പക്ഷെ ഇവിടുന്ന് എങ്ങനെയാ നമ്മൾ പുറത്തേക്ക് പോവുക? അത് എനിക്ക് അറിയില്ലല്ലോ. ഹരിനാരായണൻ ആഴ്ന്ന് ചിന്തിക്കാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി. ആ സാധു എന്താ നിങ്ങളടുത്ത് പറഞ്ഞു വെച്ചാൽ, ഏത് മനുഷ്യൻ മനസ്സോടെ നന്നായിട്ടുണ്ടോ അവൻ അവന്റെ കണ്ണുകൾ മൂടിയിട്ട് ഈ ചുവപ്പ് സമുദ്രം വിചാരിക്കണമെന്ന് പറഞ്ഞു. അവനെ കൊണ്ട് ഈ സമുദ്രത്തിൽ എത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതേ ആ നല്ല മനുഷ്യൻ അവന്റെ കണ്ണുകൾ മൂടിയിട്ട് അവൻ പുറത്തു പോണെന്ന് വിചാരിച്ചാൽ തീർച്ചയായിട്ടും പോകാൻ പറ്റും തോന്നുന്നു. നമുക്ക് ശ്രമിച്ചു നോക്കാം. ഇങ്ങനെ പറഞ്ഞിട്ട് ഹരിനാരായണൻ തന്റെ കണ്ണുകൾ മൂടി. കുറച്ചു സമയത്തിനകം അവർ രണ്ടുപേരും ആ സ്ക്രീനിന്റെ പുറത്തു വന്ന് നിന്നു. നീ ശരിക്കും വളരെ നല്ല മനുഷ്യനാണ് ഹരിനാരായണൻ. ഗ്രാമത്തെ ജനങ്ങളുടെ മനസ്സിൽ ഹരിനാരായണനോടുള്ള മര്യാദ വീണ്ടും അധികരിച്ചു. ജമുന പ്രസാദിന്റെ മകൻ ഇപ്പോൾ ശാപത്തിൽ നിന്നും മോചിതനായി. ഹരിനാരായണൻ വളരെ സന്തോഷത്തോടെ തന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു.